നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ തേർഡ് മോഡ്യൂൾ ആണ് നോക്കിയത്. തേർഡ് മോഡ്യൂളില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം നമ്മള് ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സീവേജ് എങ്ങനെ അളക്കാം എന്നുള്ളത് നോക്കിയല്ലേ? എന്താണ് ക്വാണ്ടിറ്റി ഓഫ് സാനിറ്ററി സീവേജ്, എന്തിനാണ് ആ ഒരു എത്രത്തോളം വേസ്റ്റ് വാട്ടർ നമ്മുടെ വീട്ടിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്തിന് അറിയണം? എന്തിനാണ്? പൈപ്പ് ലൈൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ അതിനോട് ബന്ധപ്പെട്ട പല ടേംസ് നോക്കി. അതിൽ ആദ്യം നോക്കിയ ടേം ആയിരുന്നു ഡ്രൈ വെതർ ഫ്ലോ അല്ലേ? എന്തായിരുന്നു ഡ്രൈ വെതർ ഫ്ലോ? നമ്മുടെ ഡ്രൈ വെതർ സമയത്ത്, അതായത് ഇപ്പൊ സമ്മർ സീസണിലൊക്കെ മഴയില്ലാത്ത സമയങ്ങളിൽ വരുന്ന സാനിറ്ററി സീവേജ് വേസ്റ്റ് വാട്ടർ, അതിനെയാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ അതുപോലെ ഈ ഡ്രൈ വെതർ ഫ്ലോ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് വേസ്റ്റ് വാട്ടർ, ഡ്രൈ സീസണിൽ ഉണ്ടാവുന്ന വേസ്റ്റ് വാട്ടർ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? എന്തൊക്കെയായിരുന്നു? ഒന്ന് വാട്ടർ സപ്ലൈ, എത്ര വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ അതുപോലെ പോപ്പുലേഷൻ, ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചാണ്. അപ്പൊ എത്ര ആൾക്കാരുണ്ട് അത്രത്തോളം വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, അത്രത്തോളം ആൾക്കാരിൽ നിന്ന് വേസ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് ഏരിയ, ഏത് സ്ഥലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അതായത് റെസിഡൻഷ്യൽ ഏരിയ ആണോ, വീട് അല്ലെ ഡൊമസ്റ്റിക് ഏരിയ ആണോ, അതോ ഇൻഡസ്ട്രീസിൽ നിന്നാണോ നമ്മൾ ആ വേസ്റ്റ് വാട്ടർ കൺസിഡർ ചെയ്യുന്നത്? അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ലെ, അതായത് സ്കൂള്, കോളേജ്, ഷോപ്സ്, ഹോസ്പിറ്റൽസ്, അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ എത്രത്തോളം ഗ്രൗണ്ട് വാട്ടർ നമ്മുടെ സീവറിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും ഒരു ഘടകമാണല്ലേ? ആ ഒരു സീവേജിന്റെ ക്വാണ്ടിറ്റി മാറും. അപ്പൊ ജോയിന്റ്സ് ഒന്നും ശരിക്കും പ്രോപ്പർ അല്ലെങ്കിൽ എന്ത് പറ്റും? ആ ജോയിന്റുകളിലൂടെ വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങും, പൈപ്പിലേക്ക് ഇറങ്ങും. അപ്പൊ ആ വെള്ളവും കൂടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ഒഴുകി ചെല്ലും. പിന്നെ അതുപോലെ നമ്മൾ കണ്ടൊരു ടേം ആണ് എക്സ്ഫിൽട്രേഷൻ. അത് ഒരു പുതിയ ടേം ആയിരിക്കും അല്ലേ നിങ്ങൾക്ക്? എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിൽട്രേഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ? പുറമേക്ക് ഒഴുകുക, അതായത് നമ്മുടെ സീവറിന്റെ പുറമേക്ക് ഒഴുകുക വെള്ളം, വേസ്റ്റ് വാട്ടർ സീവറിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒഴുകുക. അതും എന്ത് തന്നെയാണ് കാരണം? ലീക്കി ജോയിന്റ്സ് ഒക്കെ അല്ലെ? ജോയിന്റ് ലീക്ക് ഒക്കെ ആവുമ്പോഴാണ് എക്സ്ഫിൽട്രേഷനും നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ കണ്ടു. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? വേരിയബിലിറ്റി ഓഫ് ഫ്ലോ ഓഫ് സീവേജ് അല്ലേ? അതായത് നമ്മുടെ വാട്ടർ സപ്ലൈയിൽ ഓരോ സമയത്തും നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി വ്യത്യാസമായിരിക്കും. അതുപോലെ ഓരോ സീസണിലും വ്യത്യാസമായിരിക്കും. പിന്നെയോ ഓരോ ഡേയ്സിലും അല്ലെ, വീക്ക് ഡേയ്സ്, വീക്ക് എൻഡിലൊക്കെ വ്യത്യാസമായിരിക്കും വാട്ടർ സപ്ലൈ. അപ്പൊ അതിനനുസരിച്ച് തന്നെ വേസ്റ്റ് വാട്ടർ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതും വ്യത്യാസമാണ് അല്ലേ? നമ്മൾ കണ്ടു, ഇന്നലെ ഒരു ഗ്രാഫ് ഒക്കെ കണ്ടു. നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പേജ് ഒന്ന് മറിച്ചു നോക്കൂ, കാണാം. അപ്പൊ ഏകദേശം പാരലൽ ഗ്രാഫ് തന്നെയാണ് വരുന്നത്. വാട്ടർ സപ്ലൈനോട് പാരലൽ ആയിട്ട് തന്നെ നമുക്കൊരു ഗ്രാഫ് കിട്ടും വേസ്റ്റ് വാട്ടർ സപ്ലൈന്റെ. ഒരു ചെറിയ ലാഗും ഉണ്ട് അല്ലെ? അതിനിടയിൽ ചെറിയൊരു ലാഗ് ഉണ്ട്.
ഓക്കെ, ആ വെള്ളം ഉപയോഗിക്കാനുള്ള ഒരു സമയം. ഓക്കെ, അപ്പൊ അങ്ങനെ വേരിയബിലിറ്റി ഓഫ് ഫ്ലോ ഓഫ് സീവേജ് കണ്ടു. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് വെലോസിറ്റിനെ കുറിച്ചാണ്. അതായത് സീവറില് വേസ്റ്റ് വാട്ടർ ഒഴുകുന്ന സമയത്ത്, സീവേജ് ഒഴുകുന്ന സമയത്ത് എന്തായിരിക്കണം ആ ഒരു ഒഴുകുന്ന സീവേജിന്റെ വെലോസിറ്റി അല്ലേ? നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കുറയാനും പാടില്ല, വെലോസിറ്റി ഒരു ലിമിറ്റിൽ കൂടാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ലിമിറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിൽറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ നടക്കും അല്ലെ? അതായത് അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം പൈപ്പിന്റെ താഴേക്ക് അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടുമ്പോൾ ആ ഒരു സീവറിന്റെ കപ്പാസിറ്റി കുറയും. പിന്നെ അതുപോലെ തന്നെ ഒരു ലിമിറ്റിൽ കൂടാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടിക്കഴിഞ്ഞാൽ തേഞ്ഞു പോവും, ആ പൈപ്പ് ലൈൻ തേഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. സ്കൗറിങ്, അതിനാണ് സ്കൗറിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വെലോസിറ്റി ഷുഡ് ബി നോൺ സിൽറ്റിംഗ് നോൺ സ്കൗറിങ് വെലോസിറ്റി. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അല്ലെ? അപ്പൊ ആ ഒരു ടേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അല്ലെ? പിന്നെ നമുക്ക് എങ്ങനെയാണ് ആ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അതിന് കുറെ ഫോർമുലാസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? 4 ഫോർമുലാസ് ഏതൊക്കെയായിരുന്നു? ചെസീസ് ഫോർമുല, മാനിങ്സ് ഫോർമുല, ഹേസൻ-വില്യം ഫോർമുല, ക്രിപ്സ് ആൻഡ് ബർഗസ് ഫോർമുല. ഇങ്ങനെ 4 ഫോർമുലാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഫോർമുലയിൽ കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റി. ആ പൈപ്പിലൂടെ ഒഴുകേണ്ട വേസ്റ്റ് വാട്ടറിന്റെ വെലോസിറ്റി എത്ര ആയിരിക്കണം എന്നുള്ളതാണ് ആ ഫോർമുലയിലൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ 2 ഫോർമുലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ചെസീസ് ഫോർമുലയും അതുപോലെ തന്നെ മാനിങ്സ് ഫോർമുലയും നമ്മൾ നോക്കി. അപ്പൊ ഇനി നമുക്ക് ഹേസൻ-വില്യംസ് ഫോർമുലയാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ ഹൈഡ്രോളിക് ഫോർമുല. ഏതൊക്കെയാണ് ഹൈഡ്രോളിക് ഫോർമുലാസ്? നമ്മൾ പറഞ്ഞു ചെസീസ്, മാനിങ്സ്, ഹേസൻ-വില്യംസ്, ക്രിപ്സ് ആൻഡ് ബർഗസ് ഫോർമുല. അതിലെ ചെസീസ് ഫോർമുലയില് നമുക്കൊരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഫർദർ ഡിവൈഡ് ചെയ്ത 2 ഫോർമുലയാണ് ഏതൊക്കെ? കുട്ടേഴ്സ് ഫോർമുലയും ബെസിൻസ് ഫോർമുലയും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പൊ ചെസീസ് ഫോർമുല, അത് V equal to C, velocity of seawer is equal to C, where C is a Chessy's constant. Chessy's constant കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലേ? അതിലെ ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഓക്കെ, പിന്നെ അതേപോലെ ബെസിൻസ് ഫോർമുലയിൽ C എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മാനിങ്സ് ഫോർമുല, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. V is equal to 1 by n m raised to 2 by 3 I raised to 1 by 2. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, അപ്പൊ നമ്മൾ ഫോർമുലയിൽ പറയുന്ന സിംബലുകൾക്കൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. n എന്ന് പറയുന്നത് ഇവിടെയും എന്ത് തന്നെയാണ്? കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി, റുഗോസിറ്റി കോഎഫിഷ്യന്റ്, അതായത് റഫ്നെസ് കോഎഫിഷ്യന്റ്. നമ്മുടെ പൈപ്പിന്റെ റഫ്നെസ്, നമ്മുടെ പൈപ്പ് സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ? ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും, ചെറിയൊരു ഫ്രിക്ഷൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു റഫ്നെസ് കോഎഫിഷ്യന്റിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ കോഎഫിഷ്യന്റ് ഓഫ് റുഗോസിറ്റി ആസ് യൂസ്ഡ് ഇൻ കുട്ടേഴ്സ് ഫോർമുല, അതാണ് ഇവിടെ n, മാനിങ്സ് ഫോർമുലയിൽ n. അപ്പൊ 1 by n m raised to 2 by 3 I raised to half, അതായത് റൂട്ട് I. അതിലെ m എന്ന് പറയുന്നത് എന്താണ്? ഇന്നലെ നമ്മൾ പറഞ്ഞ ഹൈഡ്രോളിക് മെയിൻ ഡെപ്ത് അല്ലെ? ഹൈഡ്രോളിക് മെയിൻ ഡെപ്ത് is equal to എന്താണ് ഫോർമുല? ഏരിയ ബൈ പെരിമീറ്റർ, A by P എന്നൊക്കെ എഴുതും. ചില ബുക്കുകളിലൊക്കെ എമ്മിന് പകരം നിങ്ങൾക്ക് R, ക്യാപിറ്റൽ ലെറ്റർ R എന്ന് കാണാൻ സാധിക്കും.
ഓക്കെ, അത് എന്ത് തന്നെയാണേലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എ ബി എന്ത് ടേമും എഴുതാം. പക്ഷെ എന്താണോ നിങ്ങൾ എഴുതിയത് അതെന്താണെന്നുള്ളത് താഴെ പറയണം. ഓക്കെ, അങ്ങനെ പറയാത്തോടത്തോളം നിങ്ങളുടെ ഫോർമുലയ്ക്ക് വാലിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാനിത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ അടുത്തതാണ് ഹേസൻ വില്യംസ് ഫോർമുല. ഹേസൻ വില്യംസ് ഫോർമുലയിൽ എങ്ങനെയാണ് വി കണ്ടുപിടിക്കുന്നത്? വി ഇസ് ഈക്വൽ ടു 0.85 സി എം റേസ് ടു 0.63 ഐ റേസ് ടു 0.54. ഇതിലും എം എന്താണ്? ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഏരിയ ബൈ പെരിമീറ്റർ എന്ന് പറയുന്ന ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. ഐ എന്ന് പറയുന്നത് സ്ലോപ്പ് അല്ലെ, അല്ലെങ്കിൽ ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സീവർ എത്ര സ്ലോപ്പിലാണ് ലേ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സി എന്ന് പറയുന്ന ടേം എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. ആ സി എന്ന് പറയുന്നതിന്റെ വാല്യൂ ഓരോ ബ്രിക്ക് മെറ്റീരിയലിനും വ്യത്യാസമാണ്. ഇപ്പൊ ബ്രിക്ക് പൈപ്പ് ഇൻ ഗുഡ് കണ്ടീഷൻ ആണെങ്കിൽ, ബ്രിക്ക് പൈപ്പ് ആണെങ്കിൽ 130 ആണ് സിന്റെ വാല്യൂ. വിട്രിഫൈഡ് ക്ലേ പൈപ്പ് ആണെങ്കിൽ 145 ആണ് വാല്യൂ. പിന്നെ കാസ്റ്റ് അയൺ പൈപ്പ്, പഴയ കാസ്റ്റ് അയൺ പൈപ്പ് ആണെങ്കിൽ 130. പിന്നെ പുതിയ കാസ്റ്റ് അയൺ പൈപ്പ് ആണെങ്കിൽ 170. അപ്പൊ അതാണ് വാല്യൂ ഓഫ് സി. ഓക്കെ, അപ്പൊ അതാണ് ഹേസൻ വില്യം ഫോർമുല. ഇനി അടുത്തത് ക്രിംസ് ആൻഡ് ബർഗസ് ഫോർമുലയാണ്. അതിൽ എന്താ പറയുന്നത്? V is equal to 83.5 m raised to 2/3 I raised to half. അതായത് നമ്മുടെ മാനിങ്സ് ഫോർമുല ഒക്കെ ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അല്ലെ. മാനിങ്സ് ഫോർമുലയിലും എന്ത് തന്നെയായിരുന്നു? m raised to 2/3 I raised to half തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു കോഎഫിഷ്യന്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ക്രിംസ് ആൻഡ് ബർഗസ് ഫോർമുലയിൽ 83.5 ആണ് കോഎഫിഷ്യന്റ്. But this formula is practically same as Manning's formula with value of n is equal to 0.012. അതായത് നമ്മുടെ മാനിങ്സ് ഫോർമുലയിൽ എങ്ങനെയാ പറഞ്ഞത്? 1/n m raised to 2/3 I raised to half അല്ലേ? അപ്പൊ 1/n-ന് n-ന് 0.012, നമ്മുടെ റുഗോസിറ്റി കോഎഫിഷ്യന്റ് ആയ n-ന് 0.012 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എംപിറിക്കൽ ഫോർമുല കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ക്രിംസ് ആൻഡ് ബർഗസ് ഫോർമുല പറയുന്നത്. പിന്നെ above ഫോർമുല V എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അല്ലെ, മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. നമ്മൾ എപ്പോഴും എംപിറിക്കൽ ഫോർമുല പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റും സ്പെസിഫൈ ചെയ്തിരിക്കണം. കാരണം ഇവിടെ കുറെ വാല്യൂസ് ഉണ്ട് അല്ലേ. അപ്പൊ ആ വാല്യൂ കിട്ടിയത് നമ്മൾ ഓരോ കൺവേർഷൻസ് നടത്തിയിട്ടാണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡിൽ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ 83.5 എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ V is velocity in meter per second. M എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെ, ഏരിയ ബൈ പെരിമീറ്റർ. അപ്പൊ ഏരിയ ബൈ പെരിമീറ്റർ എന്ന് പറയുമ്പോ അതിന്റെ യൂണിറ്റ് എന്താവാം? ഏരിയന്റെ മീറ്റർ സ്ക്വയറും പെരിമീറ്ററിന്റെ മീറ്ററും. മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് പറയുമ്പോ മീറ്റർ അതിന്റെ യൂണിറ്റ് അല്ലെ. പിന്നെ അതുപോലെ I എന്ന് പറയുന്നത് സ്ലോപ്പ് ഓർ ഗ്രേഡിയന്റ് അറ്റ് വിച്ച് സീവർ ഈസ് ലേഡ്. അപ്പൊ പൈപ്പ് ഏത് സ്ലോപ്പിലാണ് ലേ ചെയ്തിട്ടുള്ളത് അതാണ് I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 4 ഫോർമുലാസ് ടു ഫൈൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ സീവർ. ഓക്കെ, സീവറിന്റെ സ്ലോപ്പിന്റെ അടിസ്ഥാനത്തിലും എത്ര ഏരിയ ഓഫ് ഫ്ലോ ഉണ്ട് എന്നുള്ളത് വെച്ചും പെരിമീറ്റർ ഓഫ് ഫ്ലോന്റെ അടിസ്ഥാനത്തില്, പിന്നെ അതുപോലെ റഫ്നെസ് ഓഫ് ദ പൈപ്പ് മെറ്റീരിയൽ, ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 ഫോർമുലാസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഗ്രേഡിയന്റ് ഓഫ് സീവേഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ആ ഒരു സീവർ ലേ ചെയ്യുമ്പോൾ ഏത് സ്ലോപ്പിലാണ് നമ്മൾ ആ സീവർ ഇടേണ്ടത്. ഓക്കെ, നമുക്കറിയാം സ്ലോപ്പിൽ അല്ലാതെ നമുക്ക് ഇടാൻ സാധിക്കില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഇവിടെ സ്ട്രെയിറ്റ് ആയി വെച്ചാൽ എന്താണ് പ്രശ്നം എന്തായിരിക്കാം? വേസ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഒഴുകില്ല. ഒഴുകണമെങ്കിൽ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം അല്ലെ, പൈപ്പിന് ഒരു സ്ലോപ്പ് കൊടുക്കണം. അപ്പോ എന്തൊക്കെ ബേസിസിലാണ് നമ്മൾ ആ ഒരു സ്ലോപ്പ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ it is fixed on the basis of following considerations. എന്തൊക്കെയാണ്? ഒന്ന്, സ്ലോപ്പ് ഓഫ് ദ ഗ്രൗണ്ട്. നമ്മുടെ ഗ്രൗണ്ടിന്റെ സ്ലോപ്പ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. Slope of sewer line should be in the direction of slope of ground and parallel to ground as far as possible so as to minimize cost of excavation. ഇപ്പൊ പറയുന്നത് നമ്മൾ ഇടുന്ന സീവറിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കണം? ഗ്രൗണ്ടിന്റെ സ്ലോപ്പ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ സർഫസിനോട് പാരലൽ ആയിട്ട് തന്നെ നമുക്ക് കഴിയണതും ഇടാൻ ശ്രമിക്കണം. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുഴി കുഴിക്കേണ്ടി വരും, ഒരുപാട് ഡെപ്തിൽ കുഴി കുഴിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കോസ്റ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയാണ് കഴിയുന്നതും ഗ്രൗണ്ടിനോട് പാരലൽ ആക്കിയിടുക. ഗ്രൗണ്ടിന്റെ സ്ലോപ്പ് എങ്ങനെയാണോ ആ ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സീവർ ഇടാൻ നോക്കുക. ഓക്കെ, പിന്നെ അടുത്തതാണ് മിനിമം ആൻഡ് മാക്സിമം വെലോസിറ്റീസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ സീവർ ഇടണമെങ്കിൽ നമുക്കൊരു മിനിമം വെലോസിറ്റി വേണം, പിന്നെ അതുപോലെ ഒരു മാക്സിമം വെലോസിറ്റിയിൽ കൂടാനും പാടില്ല. അതാണ് നോൺ സിൽറ്റിംഗ്, നോൺ സ്കൗറിംഗ് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ലോപ്പ് ഓഫ് സീവർ. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ആ സീവറിന്റെ സ്ലോപ്പ് എത്രയാണോ ആ സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വെലോസിറ്റി അല്ലെ. നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നമ്മള് ഒരുപാട് സ്ലോപ്പില് ഇപ്പൊ ഒരുപാട് സ്റ്റീപ്പ് സ്ലോപ്പില് നമ്മൾ സീവർ ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകും അല്ലെ. നേരെ മറിച്ച് സ്ലോപ്പ് കുറയ്ക്കും തോറും വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ ലേ ചെയ്യുന്ന സ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. Sewers should be laid at gradients sufficient to ensure permissible minimum and maximum velocities of flow. അപ്പൊ മിനിമം വെലോസിറ്റിയും മാക്സിമം എന്നാൽ മാക്സിമത്തിൽ കൂടാതിരിക്കാനും അങ്ങനത്തെ ഒരു വെലോസിറ്റിയിലേക്ക് എത്തിക്കുന്ന ഗ്രേഡിയന്റ് ആയിരിക്കണം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ഡയമീറ്റർ ഓഫ് സീവർ ആൻഡ് ഡിസ്ചാർജ്. അതായത് നമ്മൾ ലേ ചെയ്യുന്ന പൈപ്പിന്റെ ഡയമീറ്റർ എത്രയായിരിക്കണം, പിന്നെ എത്രത്തോളം ഡിസ്ചാർജ് നമുക്ക് ഒരു സമയത്ത് പോസിബിൾ ആയിരിക്കണം. The gradients can be made flatter with increase in diameter. അപ്പൊ നമുക്ക് നമ്മുടെ സ്ലോപ്പ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെ? പൈപ്പിന്റെ ഡയമീറ്റർ കൂട്ടിക്കൊണ്ട്. പിന്നെ അതുപോലെ no pipe should be laid at a gradient steeper than 1:20. അതായത് 1:20യിലും 1:20 എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? 1 vertical to 20 horizontal. അതായത് ഇപ്പൊ നമ്മൾ 1 മീറ്റർ, ഇപ്പൊ നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ പൈപ്പ് ലൈൻ ഹൈപ്പോട്ടീനസ് ആക്കി നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ 1 മീറ്റർ താഴോട്ടും 20 മീറ്റർ ഹൊറിസോണ്ടലും. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സ്ലോപ്പ് ഉണ്ട് അല്ലെ. അതിലും കൂടാൻ പാടില്ല, അതിലും സ്റ്റീപ്പ് ആവാൻ പാടില്ല. So house connections are laid usually at 1:40 to 1:80. So 1:40 എന്ന് പറയുന്നത് സ്റ്റീപ്നെസ് കുറെ കുറവാണ് അല്ലെ. 1:20 സ്റ്റീപ്നെസ്സിലും കുറവാണ് എത്ര? 1:40.
1 in 40 എന്ന് പറയുമ്പോൾ ഇവിടെയാ വരും. ഇപ്പൊ ഇത് 1 in 50 ആണ്. അങ്ങനെയാണെങ്കിൽ 1 in 40 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 1 in 40. ഇത് കുറച്ചും കൂടെ എവിടെയായിരിക്കും? താഴെ ആയിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 1 in 20 ഉം 1 in 40 ഉം വെച്ചിട്ടാണ്. അപ്പൊ 1 in 20 എന്ന് പറയുന്നത് വളരെ സ്റ്റീപ്പാണ്. പിന്നെ അതുപോലെ 1 in 40 എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്റ്റീപ്നെസ് കുറയും. പൊതുവെ ഹൗസ് കണക്ഷൻസ് ഒക്കെ നമ്മൾ 1 in 40 കൊടുക്കാറ്. മെയിൻ പൈപ്സ് ആർ യൂഷ്വലി ലേഡ് അറ്റ് എ മിനിമം ഗ്രേഡിയന്റ് ഓഫ് 1 in 100. മെയിൻ പൈപ്പ് ലൈൻ, അതായത് നമ്മുടെ സ്ട്രീറ്റിലൂടെ പോകുന്ന മെയിൻ പൈപ്പ് ലൈൻ, അതൊക്കെ പൊതുവെ നമ്മൾ 1 in 100 സ്ലോപ്പിലാണ് കൊടുക്കാറ്. അതായത് അതിന്റെ സ്ലോപ്പ് അത്രയും കുറച്ചാണ് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട് സ്ട്രീറ്റിലൂടെ ഒക്കെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ട് അല്ലെ, ഏകദേശം അത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ, അതായത് ഗ്രൗണ്ട് സർഫസിനോട് പാരലൽ ആയിട്ട് തന്നെയാണ് അത് പോകുന്നത് അല്ലെ. അല്ലാതെ ഒരുപാട് സ്റ്റീപ്നെസ് ഒന്നും ആ ഒരു സീവറിന് നമ്മൾ കൊടുക്കാറില്ല. ഓക്കെ, അപ്പൊ മെയിൻ പൈപ്പ് എപ്പോഴും നമ്മൾ 1 in 100 എന്താണ് ഗ്രേഡിയന്റിലൊക്കെയാണ് സാധാരണ കൊടുക്കാറ്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് പുതിയൊരു ടേം ആണ് പരിചയപ്പെടാനുള്ളത്. അതാണ് നോമോഗ്രാം. എന്താണ് നോമോഗ്രാം? നോമോഗ്രാം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡയഗ്രാം representing the relation between 3 or more variable quantities by means of a number of scales so arranged that the value of one variable can be found by a simple geometrical construction. Example, by drawing a straight line intersecting the other scales at appropriate values. അതായത് നോമോഗ്രാം എന്ന് വെച്ചാൽ എളുപ്പമാണ്, ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്ന ഡയഗ്രാം, അതാണ് നോമോഗ്രാം. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് പറയുകയാണെങ്കിൽ, സീവറിന്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഡിസ്ചാർജ്, അതുപോലെ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, പിന്നെ വെലോസിറ്റി, അതുപോലെ നമുക്ക് സ്ലോപ്പ്, ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ഡയഗ്രാം, അതിനെയാണ് നോമോഗ്രാം എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ 2 ക്വാണ്ടിറ്റീസ് ആണ് റിലേറ്റ് ചെയ്യാറല്ലേ. ഇപ്പൊ ചിലപ്പോ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്ചാർജും, അപ്പൊ അങ്ങനെ നമ്മൾ 2 വാല്യൂസിനെ മാത്രമാണ് കണക്ട് ചെയ്യാറ് ഗ്രാഫിലൊക്കെ അല്ലെ. പക്ഷെ ഈ നോമോഗ്രാം പറയുമ്പോൾ 3 or more variable quantities, 3 കൂടുതലോ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം, അതിനെയാണ് നോമോഗ്രാം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, in the design of sewerage scheme for a town, calculations have to be done for every sewer line to obtain necessary gradient, diameter of pipe, self-cleansing velocity, and estimated discharges. Here, if 2 values are known, the remaining 2 values can be easily got from the nomogram. അപ്പൊ അതാണ് അതിന്റെ ഉപയോഗം. അതായത് നമുക്ക് 2 വാല്യൂസ്, ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ഒരു സീവറേജ് സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ അറിയണം? ഒരു പൈപ്പിനോട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങള്? നമ്മൾ എത്ര സ്ലോപ്പിൽ ആ പൈപ്പ് ഇടണം, ആ പൈപ്പിന് നമ്മൾ എത്ര ഡയമീറ്റർ കൊടുക്കണം, ആ പൈപ്പിന് നമ്മൾ എത്ര വെലോസിറ്റി കൊടുക്കണം അല്ലെ, സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എത്ര കൊടുക്കണം, ആ പൈപ്പിലൂടെ ഒഴുക്കാവുന്ന ഡിസ്ചാർജ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതും ഒരു പൈപ്പല്ല അല്ലെ, മെയിൻ സീവറിന് മാത്രമല്ല, മെയിൻ സീവർ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്രാഞ്ച് സീവേഴ്സ്, പിന്നെ ബ്രാഞ്ച് സീവറിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ലാറ്ററൽസ്. അപ്പൊ ഈ എല്ലാ സീവേഴ്സിലും
ഈ എല്ലാ ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഡയമീറ്റർ എത്ര വേണം, എത്ര സ്ലോപ്പിൽ അത് അലൈൻ ചെയ്യണം, എത്ര വെലോസിറ്റി അതിൽ കൊടുക്കാം, എത്ര ഡിസ്ചാർജ് പോസിബിൾ ആണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രാഫാണ് നോമോഗ്രാം. ഓക്കെ, അപ്പൊ അതിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും രണ്ട് വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ, നമുക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമുക്ക് ഡിസ്ചാർജ് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ ക്വാണ്ടിറ്റി ഓഫ് സീവേജ്. ക്വാണ്ടിറ്റി ഓഫ് സീവേജ് എത്രത്തോളം വരാം എന്നുള്ളത് നമുക്ക് മെഷറബിൾ ആണ്. അപ്പൊ ഡിസ്ചാർജ് നമുക്കറിയാം. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രേഡിയന്റ് എത്ര ഗ്രേഡിയന്റിൽ ഇടണം, അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് എത്ര കൊടുക്കാം. ഇപ്പൊ ഇത് എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ധാരണ ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് വാല്യൂസും ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു നോമോഗ്രാമിന്റെ ഉപയോഗം. മനസ്സിലായി എന്ന് വിചാരിക്കണു അല്ലേ? എളുപ്പമാണ്. ഒന്നുകൂടെ പറയാം. പൊതുവെ നമുക്ക് ഗ്രാഫില് രണ്ട് വാല്യൂസിനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക അല്ലെ, രണ്ട് ഡിഫറെന്റ് വേരിയബിൾസിനെയാണ് റിലേറ്റ് ചെയ്യുക. പക്ഷെ ഈ നോമോഗ്രാമില് മൂന്നോ മൂന്നിൽ കൂടുതലോ വേരിയബിൾസിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതില് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കേസില് സീവറേജ് സിസ്റ്റത്തിലെ നമുക്കൊരു പൈപ്പ് ഇടുകയാണെങ്കിൽ ആ പൈപ്പിൽ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. പൈപ്പിന്റെ ഡയമീറ്റർ എത്ര വേണം, എത്ര സ്ലോപ്പ് കൊടുക്കണം, അതിൽ എത്ര വെലോസിറ്റി കൊടുക്കണം, അതുപോലെ എത്ര ഡിസ്ചാർജ് കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോ ഈ ഒരു ഡയഗ്രാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും രണ്ട് വാല്യൂസ് അറിയാമെങ്കിൽ ബാക്കി രണ്ട് വാല്യൂസും ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു നോമോഗ്രാമിന് വേറൊരു പേരാണ് മോണോഗ്രാം, അങ്ങനെയും പറയാറുണ്ട്. ഓക്കെ, നോമോഗ്രാം is also called as monogram. But nomogram is based on Manning's formula in which value of n is taken as 0.013. അപ്പൊ നമ്മുടെ ഈ നോമോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ളത് മാനിങ്സ് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മാനിങ്സ് ഫോർമുലയിൽ നമുക്കറിയാം 1/n into r raised to m raised to 2/3 i raised to 1/2 അല്ലെ. അപ്പൊ അതിലെ n എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് റിഗോസിറ്റിക്ക് നമ്മൾ എത്രയാണ് വാല്യൂ കൊടുക്കുന്നത്, 0.013. അപ്പൊ ഈ ഒരു വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളൊരു ഗ്രാഫ് ഉണ്ടാക്കുന്നത്, ഇത് ഡയഗ്രാം ഉണ്ടാക്കുന്നത്. ഇതാ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു നോമോഗ്രാം. ഓക്കെ, so values given in the nomogram are for sievers running full. ഇപ്പൊ ഈ ഒരു കേസ് കാണിച്ചിട്ടുള്ളത് sievers running full എന്നുള്ള ക്രൈറ്റീരിയ ആണ്. ഓക്കെ, സീവർ റണ്ണിങ് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ പൈപ്പില് മുഴുവനായിട്ട് സീവർ ഉണ്ട്. അത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇപ്പൊ ഒരു സീവർ റണ്ണിങ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീവർ it is equivalent to open drain. എന്തുകൊണ്ടാണ്? കാരണം രണ്ടിന്റെയും ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോ ആണ് അല്ലേ. രണ്ടും ഒഴുകുന്നത് ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. അവിടെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആയിരിക്കും. അപ്പൊ ഇവിടെ പക്ഷെ ഈ കേസിൽ നമ്മൾ പറയുന്നത് the sievers are running full എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If the required discharge of a sieve for which n is equal to 0.013 is 224 liters per second. അതായത് ഇപ്പൊ നമ്മളിതാ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതായി 4 ലൈൻസ് നിങ്ങൾ കണ്ടില്ലേ. നമുക്ക് 4 വേരിയബിൾസിനെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ 4 വേരിയബിൾസിനെ നമുക്ക് റിലേറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ ഓരോ ലൈനും ഓരോ വേരിയബിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ലൈന്, ഈ ഒരു വെർട്ടിക്കൽ ലൈൻ is representing capacity or discharge in liters per second.
അപ്പൊ ആദ്യത്തെ ലൈന് കപ്പാസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർ ഡിസ്ചാർജ്, എത്രത്തോളം ഡിസ്ചാർജ് നമ്മുടെ സീവറിൽ ഉണ്ടാവുന്നു, അതാണ് ആദ്യത്തെ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ലൈൻ ഇവിടെ കാണിക്കുന്നത് ഡയാമീറ്റർ ഓഫ് കോൺഡ്യൂട്ട് ഇൻ സെന്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ പൈപ്പിന്റെ ഡയാമീറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ലൈൻ. മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ്സ് ദ സ്ലോപ്പ് ഓർ ഗ്രേഡിയന്റ്. അപ്പൊ ഗ്രേഡിയന്റിനെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ ലൈൻ. പിന്നെ നാലാമത്തെ ലൈൻ is representing the velocity in meters per second. meters per secondല് വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നാലാമത്തെ ലൈൻ. ഓക്കെ, അപ്പൊ നമ്മുടെ 4 വേരിയബിൾസും നമ്മൾ 4 വെർട്ടിക്കൽ ലൈനുകളായി റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഇതിലെ 2 വേരിയബിൾസിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ, എന്നാൽ ബാക്കി രണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പൊ ഈ എക്സാമ്പിളിൽ തന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 224 liters per second ആണ്. അപ്പൊ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 224 liters per second ആണ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ആൻഡ് ദ ഗ്രേഡിയന്റ് ഇസ് 0.00125. അതായത് സ്ലോപ്പ്, ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.00125 ആണ്. അതായത് സ്ലോപ്പില് 0.00125 എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും അല്ലെ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി, ഇവിടെയും ഒരു പോയിന്റ് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആ ലൈനിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ അടുത്ത വെർട്ടിക്കൽ ലൈൻ വരെ തട്ടിക്കാം. ഓക്കെ, a line is drawn through these 2 values. The intersection of this line on velocity scale and diameter scale gives the corresponding value. അപ്പൊ ഈ ഒരു ലൈന് നമ്മുടെ ഡയമീറ്റർ സ്കെയിലില് തട്ടുന്ന പോയിന്റ്, അത്രയാണ് നമുക്ക് വേണ്ട ഡയമീറ്റർ. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ വെലോസിറ്റി സ്കെയിലിൽ തട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ വെലോസിറ്റി. Thus, for this example, diameter of sieve is found to be 600 mm. അല്ലെ, ഇത് സെന്റിമീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 60 സെന്റിമീറ്റർ ഓർ 600 mm. അത്രയാണ് നമ്മുടെ ഡയാമീറ്റർ. പിന്നെ അതുപോലെ നമുക്ക് വെലോസിറ്റി ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ് എത്രയാണ്? 0.765 മീറ്റർ പെർ സെക്കൻഡ്. അല്ല, ഇത് 0.6, 0.9. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്നതാണ് 0.765. 0.765 meters per second ആണ് നമ്മുടെ വെലോസിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് 2 വാല്യൂസ് അറിയാം. ആ 2 വാല്യൂസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ബാക്കി 2 വേരിയബിൾ സ്കെയിലുകളിലും ഈ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റ് ആണ് നമ്മുടെ കറസ്പോണ്ടിങ് വെലോസിറ്റി, ഡയമീറ്റർ, അതുപോലെ കറസ്പോണ്ടിങ് വെലോസിറ്റി. അപ്പൊ അതാണ് നോമോഗ്രാം. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്റ്റോം വാട്ടർ ഫ്ലോ. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, 3 ഡിഫറെന്റ് നമ്മൾ ഈ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് പഠിക്കുന്ന സമയത്ത്, അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി വെള്ളം സീവേജ് വേസ്റ്റ് വാട്ടർ വരും എന്ന് പഠിക്കുന്ന സമയത്ത് ആ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു. ഒന്ന് സാനിറ്ററി സീവേജ് ഓർ ഡൊമസ്റ്റിക് സീവേജ് അല്ലെ, ഡൊമസ്റ്റിക് ഓർ ഇൻഡസ്ട്രിയൽ സീവേജ്. പിന്നെ ഒന്ന് സ്റ്റോം വാട്ടർ അല്ലെ, സ്റ്റോം വാട്ടർ ഫ്ലോ. പിന്നെ ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഇൻഫിൽട്രേഷനും. അങ്ങനെ 3ആയിട്ട് നമ്മൾ ആ ഒരു സീവേജിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പൊ അതിലെ നമ്മൾ ഇപ്പൊ നോക്കിയത് കഴിഞ്ഞത് ഡൊമസ്റ്റിക് ആണ്, അതായത് വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ്. ഇനി നമുക്ക് മഴവെള്ളം എത്രത്തോളം വരാം, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഫാക്ടർ ആയിട്ട് പറയുന്നത് ഇന്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ ആണ്.
അതായത് എത്ര ഇന്റൻസിറ്റിയിൽ നമുക്ക് മഴ പെയ്യുന്നു. ഇന്റൻസിറ്റി ആൻഡ് എത്ര നേരം, ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര മഴവെള്ളം വന്നു. ആ മഴവെള്ളമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലേ. സ്റ്റോം വാട്ടർ ഡ്രെയിൻ പൈപ്പുകൾ ഉണ്ടാവും. അപ്പൊ ആ പൈപ്പിലൂടെ നമ്മൾക്ക് കളയേണ്ടത്. പിന്നെ അതുപോലെ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് കാച്ച്മെന്റ്. കാച്ച്മെന്റ് ഏരിയ എത്രത്തോളാണ്. എന്താണ് കാച്ച്മെന്റ് ഏരിയ? കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ എവിടെയാ S4-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു അല്ലേ S4-ല്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ് വാട്ട് ഇസ് ഏരിയ ഓഫ് കാച്ച്മെന്റ് എന്ന് വെച്ചാൽ മഴ ലഭിക്കാവുന്ന സ്ഥലം. എത്ര ഏരിയയിൽ നിന്നാണ് നമുക്ക് ആ ഒരു മഴവെള്ളം ഒഴുകി വരാൻ സാധ്യത, ആ മുഴുവൻ സ്ഥലം, അതാണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഏരിയ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തിന്റെ അളവും കൂടും. പിന്നെ അതുപോലെ സ്ലോപ്പ് ആൻഡ് ഷേപ്പ് ഓഫ് ദ കാച്ച്മെന്റ്. എത്രത്തോളം സ്ലോപ്പി കാച്ച്മെന്റ് ആണ്. അതായത് ഇപ്പൊ ഒരു മലയുടെ മുകളിലൊക്കെ ആണെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഒലിച്ച് താഴേക്ക് എത്തും അല്ലെ. നേരെ മറിച്ചൊരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ കുറവായിരിക്കും, ഒലിക്കുന്നതിന്റെ സ്പീഡ് കുറവായിരിക്കും അല്ലെ, വെലോസിറ്റി കുറവായിരിക്കും. പിന്നെ അതുപോലെ ഷേപ്പ് ഓഫ് ദ കാച്ച്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതും നിങ്ങൾ പഠിച്ചതാണ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചതാണ്. എന്നുവെച്ചാൽ ഷേപ്പ് ഓഫ് ദ കാച്ച്മെന്റ്, നമുക്ക് രണ്ട് ഷേപ്പുകളാണ് പൊതുവെ നമ്മൾ കാച്ച്മെന്റിനെ പറയുക. ഫാൻ ഷേപ്പും ഫേൺ ഷേപ്പും. ഫാൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ടഡ് ഷേപ്പാണ്. ഫേൺ ഷേപ്പ് എന്ന് പറയുമ്പോൾ നീളത്തിൽ വരുന്ന കാച്ച്മെന്റ് ഏരിയ. അപ്പൊ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളം മഴ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് നേച്ചർ ഓഫ് സോയിൽ സച്ച് ആസ് പെർമിയബിലിറ്റി, വെജിറ്റേഷൻ ആൻഡ് ബിൽറ്റ് അപ്പ് ഏരിയ. അതായത് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സോയില് ഫോറസ്റ്റ് ഏരിയ ആണോ അല്ലെ, നല്ലോണം വെജിറ്റേഷൻ ഉള്ള ഏരിയ ആണെങ്കിൽ എന്താണ് പ്രത്യേകത, കുറെയൊക്കെ ട്രീസിന്റെ റൂട്ട്സ് തന്നെ വലിച്ചെടുക്കും, അവിടെ റൺ ഓഫ് കുറവായിരിക്കും അല്ലെ. പിന്നെ അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ, സോയിൽ പോറസ് ആണെങ്കിൽ റൺ ഓഫ് കുറവായിരിക്കും, എന്ത് ചെയ്യും, വെള്ളമൊക്കെ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. പിന്നെ അതുപോലെ ബിൽട്ടപ്പ് ഏരിയ ആണോ, അതായത് കുറെ വീടുകളും പിന്നെ കുറെ ബിൽഡിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഏരിയ ആണോ. അപ്പൊ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എത്രത്തോളം സ്റ്റോം വാട്ടർ നമ്മുടെ ഡ്രെയിനേജിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ ടൈപ്പ് ഓഫ് റോഡ് പേയ്മെന്റ്, നമ്മൾ കൊടുക്കുന്ന റോഡ് പേയ്മെന്റ് എങ്ങനത്തെയൊക്കെയാണ്, കോൺക്രീറ്റ് പേയ്മെന്റ് ആണോ ബിറ്റുമിനസ് പേയ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ ഇനിഷ്യൽ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ സോയിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് അല്ലെ. അതായത് അത് ഡ്രൈ സോയിൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും. അതുപോലെ വെറ്റ് ആണെങ്കിൽ ആ സോയിലിലെ പോർസിലൊക്കെ വെള്ളം ആദ്യമേ തന്നെ ഉണ്ടാവും അല്ലെ, സാച്ചുറേറ്റഡ് ആയിരിക്കും സോയില്. അപ്പൊ എന്ത് പറ്റും, പിന്നെ വെള്ളം വലിച്ചെടുക്കില്ല, അപ്പൊ വരുന്ന വെള്ളം മുഴുവൻ റൺ ഓഫ് ആയിട്ട് തന്നെ പോകും അല്ലേ. പിന്നെ അതുപോലെ ഹ്യൂമിഡിറ്റി, വിൻഡ് വെലോസിറ്റി, ടെമ്പറേച്ചർ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഈർപ്പം അല്ലേ. പിന്നെ എത്രത്തോളം ശക്തിയിലാണ് കാറ്റടിക്കുന്നത്, എത്ര അവിടുത്തെ ടെമ്പറേച്ചർ, ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും, അപ്പൊ നമ്മുടെ ഡ്രെയിനേജിലേക്ക് വരുന്ന വെള്ളം അളവ് കുറവായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ നമ്പർ ആൻഡ് സൈസ് ഓഫ് അവൈലബിൾ ഡിച്ചസ് ഇൻ ദ ഏരിയ, അതായത് ഒരുപാട് ചാലുകൾ ഒരുപാട് ഡ്രെയിനേജ് കളക്ഷൻ പൈപ്പുകൾ ഉണ്ടെങ്കിൽ ഒരു പൈപ്പിലേക്ക് വരുന്ന ഡ്രെയിനേജ് വെള്ളം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെ, മഴവെള്ളം അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ എത്ര പൈപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഓരോ പൈപ്പിന്റെ സൈസ് എത്രയാണ്,
എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിരിക്കും എത്രത്തോളം മഴവെള്ളം നമുക്ക് വേസ്റ്റ് വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്റ്റോം വാട്ടർ ഡിറ്റർമിൻ ചെയ്യാം, അതായത് നമുക്കൊരു എന്താണ് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ആ സ്റ്റോം വാട്ടർ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. താങ്ക് യു.